ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയ് അവിടെ നിന്ന് വീട്ടിലേക്ക് വന്ന ആളെക്കുറിച്ച് സുമിത്രയുടെ മുന്നിൽ നിന്ന് പറയുക. അപ്പോൾ ആരാ വന്നതെന്നുള്ള കാര്യം സുമിത്ര ചോദിച്ചപ്പോൾ ആ രഞ്ജിതയാണെന്നുള്ള കാര്യം പറഞ്ഞു. ആ രഞ്ജിതയും അവളുടെ ഹസ്ബൻഡ് അരവിന്ദനും വീട്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി നമ്മുടെ സുമിത്ര. ഈ രഞ്ജിതയാണ് എന്നെക്കൊണ്ട് അദ്ദേഹത്തെ വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ വക്കീൽ സാറിന് അപകടം നടക്കുന്ന സമയം രഞ്ജിതയും അരവിന്ദനും തൻ്റെ വീട്ടിലുണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ എന്നെക്കൊണ്ട് വിളിപ്പിച്ചതും അതുപോലെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി വീട്ടിലോട്ട് വരാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞതും ഒക്കെ രഞ്ജിതയാണെന്നുള്ള കാര്യങ്ങളും ജയ ഇങ്ങനെ പറയുക. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടായതെന്നുള്ള കാര്യം പറഞ്ഞ് ജയ പൊട്ടിക്കരയുന്നു. സുമിത്രയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സുമിത്ര ഇങ്ങനെ ആകെ വിഷമിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയം, അല്ലെങ്കിൽ ആ പെണ്ണിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് രഞ്ജിതയും ഭർത്താവും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. രണ്ടിനെയും കൂടെ കണ്ടപ്പോൾ നമ്മുടെ സുമിത്ര ഒരു നോട്ടം. സുമിത്രയെ കണ്ടതും രഞ്ജിത ഇങ്ങനെ പതറി. അതുപോലെ തന്നെ ഈ അരവിന്ദൻ ഒരുമാതിരി ഈ പൊട്ടത്തരം കാണുകയാണല്ലോ, അതങ്ങനെ നിന്നങ്ങ് കാണിക്കുന്നു. സുമിത്ര ഇവരെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഒട്ടും പ്രതീക്ഷയില്ല സുമിത്ര എവിടെ കാണുമെന്ന് ഇവർ രണ്ടുപേരും. അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സുമിത്രയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. പണി പാലും വെള്ളത്തിൽ കിട്ടി എന്നുള്ളൊരിതിൽ സുമിത്രയാണെങ്കിൽ ഭയങ്കര ധൈര്യത്തോടു കൂടി തന്നെ അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഈ സമയം സുമിത്ര എന്ന് പറഞ്ഞ് അരവിന്ദൻ കാണിച്ചു കൊടുത്തപ്പോൾ ഇവളെന്താ ഇവിടെയെന്ന് ചോദിക്കുക അരവിന്ദനോട്. ഭാര്യ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇവളെന്തിനാ ഇവിടെ വന്നതെന്നുള്ള കാര്യം ഇവർക്കിട്ട് അറിയാനും പാടില്ല. സുമിത്രയും രഞ്ജിതയും കണ്ണോട് കണ്ണ് കോർത്ത് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. ഇതെല്ലാം കഴിഞ്ഞു. അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്നത് പൂജയെയും അതുപോലെ തന്നെ പങ്കജിനെയാണ്. രണ്ടുപേരും പങ്കജിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ട് ഓക്കെ അല്ലേ, അപ്പോൾ അത് ഓക്കെയാ എന്ന് പൂജയും പറഞ്ഞു. എന്നാൽ ഞാൻ പൊയ്ക്കോട്ടെ എന്ന് പൂജ ചോദിച്ചപ്പം ഇനി എന്തായാലും ലഞ്ച് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ വേണ്ട പങ്കജ്, ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാവിടോ, പ്ലീസ് ഇടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പൂജയുടെ ഫോണിലേക്ക് കോൾ വന്നു. പെട്ടെന്ന് അപ്പേട്ടനെ വിളിക്കുന്നതെന്നും പറഞ്ഞ് കോൾ എടുത്തു. അപ്പോൾ നീ ഫോൺ എടുക്കണ്ടെന്നും പിന്നെ തിരിച്ച് വിളിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കോള് കട്ടായല്ലോ എന്നും പറഞ്ഞു പൂജ ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പുവിനോട് നിന്ന് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ അപ്പേട്ടൻ എന്ത് കരുതും, തിരിച്ച് വിളിച്ച് എവിടെയാണെന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അപ്പേട്ടനെ കണ്ടേ പറ്റൂ, ഞാൻ ഇറങ്ങുക പങ്കജ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുക. പൂജ പ്ലീസ് എന്ന് പറഞ്ഞു. ഞാൻ തടയും കേട്ടോ പൂജയെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുന്നു. പൂജ ഫുഡ് കഴിക്കാതെ പോയാൽ എനിക്ക് വിഷമാവും കേട്ടോ. പങ്കജ് എന്നെ കാണാൻ വേണ്ടി തന്നെയാണ് അപ്പുവേട്ടൻ വിളിക്കുന്നതെന്നുള്ള കാര്യം നമ്മുടെ പൂജ അന്നേരം പറഞ്ഞു. ഞാൻ ചെന്നില്ലെങ്കിലേ അപ്പുവേട്ടന് വിഷമാകുമെന്നും പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, അപ്പുവേട്ടനെ ഇങ്ങോട്ട് വിളിക്കാമെന്ന് പൂജ അന്നേരം പറയാം. നമുക്ക് 3 പേർക്കും ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞപ്പം അല്ല അത് വേണോ പൂജ, പറ്റില്ലെങ്കിൽ ഞാൻ പോയേക്കാവെന്ന് പറഞ്ഞു അന്നേരം പൂജ. ഇവൻ്റെ പ്ലാൻ എല്ലാം പൊളിഞ്ഞു. ഒന്നെങ്കിൽ ഞാനും അപ്പുവേട്ടനും പങ്കജും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, അല്ലെങ്കിലേ ഞാൻ അപ്പുവേട്ടനെ കാണാൻ പോകും. ഏതാ വേണ്ടതെന്നൊന്ന് ഒന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഏത് വേണമെങ്കിലും പങ്കജിന് തീരുമാനിക്കാമെന്നും പറഞ്ഞു. നീ അപ്പുവിനെ വിളിച്ച് വരാൻ പറയാൻ നേരം പങ്കജ് പറയാം. അപ്പു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നമ്മുടെ പൂജ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നു. അങ്ങനെ അവിടെ അപ്പുവിനെ വിളിക്കാനായിട്ട് പൂജ അങ്ങ് പോയി. വീണ്ടും സുമിത്രയിലേക്ക് വന്നു. താൻ വിളിച്ചിട്ട് വക്കീൽ ഫോൺ എടുത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിതയോടും ഭർത്താവിനോടും നമ്മുടെ സുമിത്ര പറയുന്നു. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഭാര്യയെ കൊണ്ട് വിളിപ്പിച്ച് നിങ്ങൾ സംസാരിച്ചത് എന്നുള്ള കാര്യം ചോദിച്ചു. എന്നാൽ ആരാ പറഞ്ഞത് എന്ന് സുമിത്ര ചോദിച്ചപ്പോൾ സുമിത്രയോട് ചോദിച്ചപ്പോൾ ജയ് എല്ലാം പറഞ്ഞു എന്നുള്ള കാര്യം സുമിത്ര രഞ്ജിതയോട് പറയാം. വക്കീൽ സാറ് എന്നെ കാണാൻ വരുമെന്ന് മനസ്സിലാക്കിയ നീ തന്ത്രപൂർവ്വം നീങ്ങിയതല്ലേ എന്ന് ചോദിച്ചു. രഞ്ജിതയുടെ അവസാനമാണിന്ന്, ഉറപ്പുള്ള കാര്യമാണ്. എന്തായാലും നമ്മുടെ സുമിത്ര എല്ലാം പറയുന്നുണ്ട്. വക്കീൽ സാർ എന്നെ കാണരുത്, സംസാരിക്കരുത്, ഇതൊക്കെയല്ലേ നീ കരുതിയത്? പിന്നെ അദ്ദേഹം എവിടെയാണ് ഉള്ളതെന്ന് നിനക്കറിയണം, അതിനല്ലേ നീ അദ്ദേഹത്തിനെ വിളിച്ചത്? ഇതൊക്കെ കാണിച്ചു കൂട്ടിയതെന്നും ചോദിച്ചു. അദ്ദേഹം എവിടെയുണ്ടെന്ന് അറിഞ്ഞാലല്ലേ വീട്ടിലേക്ക് വരും വഴി നീ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നിനക്ക് നടത്താൻ പറ്റൂ അല്ലേ എന്ന് സുമിത്ര ചോദിച്ചു. അപ്പോൾ മനസ്സിലായില്ലെന്ന് രഞ്ജിത. അദ്ദേഹം എന്നെ കാണാൻ വരുന്നതിന് തൊട്ടു മുൻപ് എങ്ങനെയാണ് ആ അപകടം സംഭവിച്ചതെന്ന് സുമിത്ര രഞ്ജിതയോട് ചോദിക്കാം. ഈ ചോദ്യത്തിലൂടെ സുമിത്ര അർത്ഥമാക്കുന്നത് എന്താണ് എന്ന് അരവിന്ദൻ അന്നേരം ചോദിക്കുക. ആക്സിഡന്റിന് പിന്നിൽ രഞ്ജിതയാണെന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. രഞ്ജിത വക്കീൽ സാറിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതല്ലേ? അപ്പോൾ അതേന്ന് സുമിത്രയും പറഞ്ഞു. ഒരുമാതിരി അനാവശ്യം പറയരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദൻ. അപ്പം അരവിന്ദേട്ടാ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു രഞ്ജിത. പിന്നെ അല്ലാതെ ഒരു വെറൂഹം വെച്ച് ഓരോന്ന് ഇവിടെ നിന്ന് പറയാൻ നിൽക്കരുത്. നിനക്ക് തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അപ്പം തെളിവൊക്കെ പിന്നത്തെ കാര്യമല്ലേ രഞ്ജിതേ, ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്ന് ചോദിച്ചപ്പം അല്ല, എനിക്ക് അദ്ദേഹത്തെ അപകടപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ലെന്നും പറഞ്ഞ് രഞ്ജിത. പിന്നെ വക്കീൽ സാറ് നിങ്ങളെ കാണാൻ വരുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം നിങ്ങളെ കണ്ടാൽ എനിക്കെന്താ പ്രശ്നം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? അതെ,
അദ്ദേഹം നിങ്ങളെ കാണാൻ വരുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. വക്കീൽ ആരെയോ ഭയന്ന് മുങ്ങി നടക്കുമായിരുന്നു. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊണ്ട് ഞാനൊന്ന് വിളിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് രഞ്ജിത്ത് അവിടെ കിടന്നങ്ങ് കള്ളക്കഥകൾ മെനയുന്നു. അദ്ദേഹം എൻ്റെ കുടുംബ വക്കീലാണെന്നും വലിയൊരു കമ്പനി നടത്തുമ്പോൾ പല കേസുകളും ഉണ്ടാകും. അതെ ഉണ്ടാകും എന്നും പറഞ്ഞ് അതിനെല്ലാം ഏറാമൂളെ നിൽക്കുന്നു അരവിന്ദൻ. ഒക്കെ കൈകാര്യം ചെയ്യുന്നത് സുധേവൻ വക്കീലാണെന്നും അദ്ദേഹത്തെ ഏതു നിമിഷത്ത് കാണുവാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനും ഒക്കെ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്തു. ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ അപായപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അതിൻ്റെ ഒരാവശ്യവും എനിക്കില്ലെന്നും പറഞ്ഞ് രഞ്ജിത കയറി അങ്ങ് പോകുക. വെറുതെ നിങ്ങൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറയരുത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കണം ഇവനെ. ഈ സമയത്ത് അങ്ങോട്ടേക്ക് ICUയിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. അപ്പോൾ ഡോക്ടർ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരിതിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഡോക്ടർ, ഞാൻ അഡ്വക്കേറ്റ് സുധേവൻ്റെ വൈഫാ, എങ്ങനെയുണ്ട് അദ്ദേഹത്തിനെന്ന് ചോദിച്ചപ്പം ശരീരത്തിൽ പലയിടത്തായി ഫ്രാക്ചറുകളും മുറിവുകളും ഒക്കെ ഉണ്ട്, വളരെ ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ ഇറങ്ങി വന്നു. അപ്പോഴേക്കും രഞ്ജിത ഞെട്ടാൻ തുടങ്ങി, പേടിയായി തുടങ്ങി. എന്തായാലും ഒരാഴ്ച ഇവിടെ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ടോട്ടെ എന്ന് ചോദിച്ചു ജയ. അതെന്തിനാ എന്ന് രഞ്ജിത കയറി ചോദിക്കാം. പ്രശ്നമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം കണ്ടിട്ട് വരാം, നീ ഇവിടെ നിൽക്ക എന്നും പറഞ്ഞ് രഞ്ജിത അകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. സുമിത്ര ഇതൊക്കെ അന്താളിച്ച് നോക്കി നിൽക്കുക. അപ്പോൾ ഡോക്ടർ, ഒരു നിമിഷം മേഡം എന്നും പറഞ്ഞ് പിടിച്ചു നിർത്തി. അപ്പോൾ എന്താ ഡോക്ടർ, മേഡം സുമിത്രയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അല്ല, സുമിത്ര ഞാനാണെന്ന് പറഞ്ഞു. ഓ, സുമിത്രയെ കാണണം, സംസാരിക്കണം, അവരോട് വരാൻ പറയോ എന്നാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്ക് രഞ്ജിത ഞെട്ടാൻ തുടങ്ങി, രഞ്ജിതയ്ക്ക് ചങ്കിടിപ്പ് തുടങ്ങി. ആദ്യം സുമിത്ര മേഡം ചെല്ലാൻ പറഞ്ഞു, അത് കഴിഞ്ഞ് ഓരോരുത്തരായി പോയി കണ്ടോളാനും നമ്മുടെ ഡോക്ടർ പറയാ. രഞ്ജിതയ്ക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ, രഞ്ജിത പെട്ടു. രഞ്ജിത ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കുക. അതും പറഞ്ഞ് നമ്മുടെ ഡോക്ടർ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ രഞ്ജിത അകത്തേക്ക് കയറാൻ നോക്കിയതാ. രഞ്ജിതയുടെ കയ്യിലങ്ങ് പിടിച്ചില്ലേ നമ്മുടെ സുമിത്ര, അവിടെ അങ്ങ് നിൽക്കാൻ പറഞ്ഞു. അന്നേരം എന്താണ് ഇത്ര തിടുക്കം വക്കീലിനെ കാണാനായിട്ടെന്ന് സുമിത്ര ചോദിക്കുക. ഡോക്ടർ പറഞ്ഞത് നീ കേട്ടില്ലേ, വക്കീൽ സാറിന് ഞാൻ കണ്ടതിന് ശേഷം നീ കണ്ടാൽ മതിയെന്നുള്ള കാര്യം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജിതയ്ക്ക് ഒന്നും മിണ്ടാനില്ല. നമ്മുടെ സുമിത്ര അങ്ങ് അകത്തേക്ക് കയറി പോവുക, അതും ജയയെ ആശ്വസിപ്പിച്ചിട്ട്. അങ്ങനെ ഒരു നേരത്തേക്ക് ശ്വാസം നിലച്ച് രഞ്ജിത അവിടെ നിൽക്കുന്നു. രഞ്ജിതയ്ക്ക് ഒരു രക്ഷയില്ല, രഞ്ജിത പിടിക്കപ്പെട്ടു തോന്നുന്നു എന്നുള്ളൊരിതിൽ. രഞ്ജിത, വക്കീലും സുമിത്രയും ഇനി എന്ത് ചെയ്യും എന്ന് അരവിന്ദൻ രഞ്ജിതോട് ചോദിക്കുന്നു. വക്കീൽ അവളോട് സത്യം വല്ലതും പറയുമോ, അതിന് തന്നെ ആയിരിക്കും അവളെ കാണണം എന്ന് പറഞ്ഞതെന്നുള്ള കാര്യമൊക്കെ രഞ്ജിത ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുന്നു. അതിനുശേഷം നമ്മുടെ വക്കീൽ അകത്ത് കിടക്കുന്നു. സുമിത്ര അങ്ങോട്ടേക്ക് കയറി ചെന്നു. അങ്ങനെ സുമിത്ര ചെന്ന് വക്കീലിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് വളരെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം ശരിക്കും സങ്കടം വരും മനുഷ്യൻ്റെ കിടപ്പ് കണ്ടാൽ. നമ്മൾ കാണാമെന്ന് പറഞ്ഞതാണെന്നും പിന്നെ ഞാൻ താങ്കളെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യങ്ങളും സുമിത്ര ഇങ്ങനെ വക്കീലിനോട് പറഞ്ഞു. എന്തിനായിരുന്നു രഞ്ജിത വിളിച്ചപ്പോൾ തിരികെ പോയത് എന്നുള്ള കാര്യം ഇങ്ങനെ ചോദിക്കാം. വക്കീൽ അന്നേരം ഇങ്ങനെ നോക്കുക കേട്ടോ. അവൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴും വക്കീലൊന്നും മിണ്ടുന്നില്ല. എന്നോട് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാനായിരിക്കുമല്ലോ എന്നെ വിളിക്കാനായിട്ട് നേഴ്സിനോട് പറഞ്ഞതും ഇപ്പോൾ ഡോക്ടറോട് കാണണമെന്ന് പറഞ്ഞതും ഒക്കെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ആന്നും പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെ തലയാട്ടുക. അപ്പോൾ സുമിത്ര അതൊക്കെ കേട്ടിങ്ങനെ കേൾക്കാനുള്ള ആ ഒരു ഇതിൽ നിൽക്കുക കേട്ടോ. എങ്കിലും എന്താ ശരിക്കും നടന്നത് എന്ന് സുമിത്ര ചോദിക്കുക അദ്ദേഹത്തിനോട്. എന്താണ് സത്യം വക്കീലെ എന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. രോഹിത് രഞ്ജിതയുടെ പേരിൽ എഴുതിയെന്ന് പറയുന്ന വിൽപത്രത്തെക്കുറിച്ചാണ് എനിക്ക് അറിയേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുമിത്ര ഇങ്ങനെ വക്കീലിനോട് ചോദിക്കുന്നു. സത്യത്തിൽ എന്താ നടന്നത് പറയ് വക്കീലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ പറയാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാം രഞ്ജിത എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ വക്കീൽ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ആ ചില്ലിനകത്തൂടെ രഞ്ജിത ഇങ്ങനെ നോക്കുക. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വക്കീലിന് പേടിയായി. പെട്ടെന്ന് വക്കീൽ പറയാൻ വന്നതെല്ലാം അങ്ങ് വിഴുങ്ങി വിട്ടു. കാരണം അദ്ദേഹം പിന്നെ പറഞ്ഞില്ല. അപ്പം രഞ്ജിത ഒന്നും ചെയ്യില്ല വക്കീൽ എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ചു സുമിത്ര. പറയാൻ പറഞ്ഞു. സുമിത്ര കുറേ പറഞ്ഞു. അപ്പോഴേക്കും രഞ്ജിതയുടെ ആ നോട്ടവും ചിരിയൊക്കെ വക്കീലിന് ശരിക്കും പേടിയായി. രഞ്ജിത ഇങ്ങനെ നോക്കിയതുകൊണ്ട് വക്കീൽ ഇങ്ങനെ പതുക്കെ കണ്ണടഞ്ഞങ്ങ് പോയി. കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ വക്കീലൊന്ന് കണ്ണ് തുറക്കും, വക്കീൽ എന്ന് പറഞ്ഞ സുമിത്ര വിളിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മനഃപൂർവ്വം കണ്ണടച്ചതാ, കണ്ണ് തുറന്നില്ല കേട്ടോ, പേടിച്ചിട്ട്. അങ്ങനെ ആശുപത്രിയിൽ വെച്ചു ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു. സുമിത്ര ഇങ്ങനെ വല്ലാത്തൊരു ഇതിൽ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ രഞ്ജിതയ്ക്ക് സന്തോഷമായി. കാരണം രഞ്ജിത നോക്കിയ നോട്ടത്തിൽ വക്കീൽ പേടിച്ച് അവിടെ വീണു പോയല്ലോ ആ ഒരു ഇതിൽ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വീട്ടിൽ വന്ന ശീതൾ നല്ല മയക്കത്തിലാണ്. ഈ സമയത്ത് സരസ്വതിയമ്മ തൊട്ടരികിലിരുന്ന് ഇവളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട്, ഇവളോട് ചോദിച്ചാൽ മാത്രം അതൊക്കെ അറിയാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ചോദ്യങ്ങളും മനസ്സിൽ നൂറ് പ്ലാനുകളും ഒക്കെ ആയിട്ട് സരസ്വതിയമ്മ അങ്ങനെ ഇരുന്നിട്ട് ശീതളിനെ വിളിച്ചു. മോളെ, ചെറുപ്പത്തിൽ നീ എന്തെങ്കിലും കഴിക്കണമായിരുന്നെങ്കിൽ
ഈ അച്ചമ്മ വാരി തരണം. ഈ നെഞ്ചിക്കിടന്നേ നീ ഉറങ്ങൂ. എന്തിനും ഏതിനും ഈ അച്ചമ്മ തന്നെ വേണമായിരുന്നു നിനക്ക്. അതൊക്കെ പോയി. നീ എല്ലാം മറന്നു പോയല്ലേ മോളെ. സുമിത്രയെപ്പോലെ തന്നെയാ നീ എന്നെ കാണുന്നതെന്നാ ഞാൻ കരുതിയിരുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും. എനിക്ക് തെറ്റിപ്പോയല്ലോ മോളെ. ഓ, കഷ്ടമായി പോയെന്നൊക്കെ പറയണു. നീ എന്നെ ഒരു അന്യായിട്ടാണ് കരുതുന്നത് അല്ല മോളെ എന്നൊക്കെ ചോദിക്കണു. ഞാൻ നിന്റെ അച്ചമ്മയല്ല അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അച്ചമ്മയെന്ന് ശീതൾ പറഞ്ഞു. അന്യായിട്ടല്ല നീ എന്നെ കാണുന്നതെങ്കിൽ നീ നിന്റെ അമ്മയോട് പറയാൻ വന്ന കാര്യം എന്നോട് പറയാനായിട്ട് സരസ്വതി ശീതളെ നിർബന്ധിക്കുക. എൻ്റെ മോള് പറ, എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നം, എന്താ നിനക്ക് പ്രശ്നം എന്നൊക്കെ പറയാൻ പറഞ്ഞു. സച്ചിനുമായിട്ട് നീ എന്താ നല്ല രസത്തിലൊന്നും അല്ലേ ജീവിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം സച്ചിൻ എന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് അന്നേരം ശീതൾ പറഞ്ഞു. സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ തോന്നാറുണ്ട് എനിക്കെന്നുള്ള കാര്യം പറയാണ് ശീതൾ സരസ്വതിയോട്. എന്തും അധികമാകുമ്പോൾ അത് പ്രശ്നമാണല്ലോ അച്ചമ്മേ. ചിലപ്പോഴൊക്കെ സച്ചിൻ്റെ പെരുമാറ്റം വിചിത്രമാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയണു. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് അച്ചമ്മയെന്ന് പറഞ്ഞപ്പോൾ ഇപ്പം എന്താ മോളെ ശരിക്കും ഉണ്ടായതെന്ന് സരസ്വതി ചോദിക്കുക. പറമോളെ എന്താന്ന് നീ പറയാനൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ചമ്മേ, സച്ചിനൊരു ലെറ്റർ നൽകാനായി ഒരു കൊറിയർ ബോയ് വീട്ടിൽ വന്നിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. സച്ചിൻ കുളിക്കുന്നത് കൊണ്ട് ഞാൻ ആ ലെറ്റർ വാങ്ങിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ശീതൾ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ശീതൾ വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കും സച്ചിൻ കുളി കഴിഞ്ഞിട്ട് വരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ശീതൾ വീഴാനായിട്ട് തുടങ്ങി. അപ്പോൾ ലെറ്റർ ബോയ് വന്ന് നമ്മുടെ ശീതളിനെ ഇങ്ങനെ താങ്ങി പിടിച്ചു. ഇതും കണ്ടോണ്ടാണ് സച്ചിൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കണ്ടതും സച്ചിൻ ഭയങ്കരമായിട്ടങ്ങ് ആ ചെറുപ്പക്കാരനെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചെന്നല്ല, ചെയ്തു. കുറേ അതിനെടുത്തിട്ട് ഇടിച്ചു. അപ്പോൾ എന്നെ കയറി പിടിച്ചെന്നും പറഞ്ഞു. ആ മനുഷ്യനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അത് കേട്ട് കഴിയുമ്പോൾ സരസ്വതി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു വിധത്തിൽ ആ ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടു പോയതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണു. സച്ചിൻ ഇപ്പോഴും ആ ദേഷ്യത്തിലാ നിന്ന് വിറക്കി ഇപ്പോഴും എന്നൊക്കെ പറഞ്ഞു. ചിലപ്പോൾ എന്താണ് അവൻ ചെയ്യുക എന്ന് അവന് പോലും അറിയില്ല അച്ചമ്മയെന്നൊക്കെ പറഞ്ഞു. പേടിയാവും എനിക്കെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അതാ ഞാൻ അമ്മയെ കാണാൻ വന്നതെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സരസ്വതി പറഞ്ഞിരിക്കുന്നു. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിയില്ല അച്ചമ്മേ എന്നൊക്കെ പറഞ്ഞ് സങ്കടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴും സരസ്വതിയമ്മയ്ക്ക് വളരെ സന്തോഷം. സരസ്വതിയമ്മ ഇങ്ങനെ ചിരിക്കുക കേട്ടോ. അക്കടെ ജീവിതം കട്ട പുകയാണല്ലോ. അപ്പം തമ്മിൽ ഉരസിച്ച് എന്തെങ്കിലും വഴക്കുണ്ടാക്കിക്കാം എന്നൊക്കെ ആശാത്തി നന്നായിട്ട് അങ്ങ് വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് പങ്കജും അപ്പുവും അതുപോലെ തന്നെ നമ്മുടെ പൂജയും കൂടെ അവിടെ ഇരിക്കുന്നു. ലഞ്ച് കഴിക്കാനാണെന്നും പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഒരനക്കോ ഇല്ലല്ലോ എന്ന് അപ്പു ഇങ്ങനെ പറഞ്ഞു. അന്നേരം എൻ്റെ അപ്പുവേട്ടാ കുറച്ച് കഴിഞ്ഞ് നമുക്ക് കഴിക്കാവന്നേ, എനിക്ക് വിശപ്പില്ല എന്ന് പൂജ പറഞ്ഞു. പങ്കജ് ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പം ഇന്നെല്ലാം സ്പെഷ്യൽ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് പങ്കജ് പറയാം. കമലാ എന്നും പറഞ്ഞുകൊണ്ട് അവിടുത്തെ സെർവൻറ്റിനെ വിളിച്ചു. ആ ചേച്ചി വന്നു. അപ്പോൾ എന്താ സാർ, ഇന്നിവിടെ ഉണ്ടാക്കിയ ഐറ്റംസുകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാനായിട്ട് പറഞ്ഞു. അപ്പോൾ ചിക്കൻ കറി, ചില്ലി ചിക്കൻ, ചിക്കൻ ഫ്രൈ, ബീഫ് പെരട്ട്, അങ്ങനെ 100 കൂട്ടം കറിയുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പു ചോദിച്ചു ഒരു ചിരിയോടെ, ഇതൊക്കെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണെന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. എൻ്റെ പങ്കജ, ഇത് പലതും ഇവള് കഴിക്കത്ത് പോലും ഇല്ല എന്ന് പറഞ്ഞു. ആഹാ, ഇവളുടെ ടേസ്റ്റൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പങ്കജ്. നിനക്കറിയാമെങ്കിലേ ഇതൊക്കെ ഉണ്ടാക്കുമോയെന്ന് ചോദിച്ചു അപ്പു അന്നേരം. പൂജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താണെന്ന് പറയാൻ പറ്റുമോ പങ്കജിനെന്ന് ചോദിച്ചു. അന്നേരം ഇങ്ങനെ ഇരിക്കുക പങ്കജ്. ഇവളുടെ ടേസ്റ്റ് അറിയുന്നല്ലേ പറഞ്ഞത്, എന്നൊന്ന് പറഞ്ഞേ, ഇവളുടെ കറി ഏതാ ഇഷ്ടം. അപ്പോൾ വറുത്തരച്ച ചിക്കൻ കറിയാണെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പവും നമ്മുടെ പൂജയും കൂടി ഇന്ന് പൊട്ടിച്ചിരിക്കാം. വറുത്തരച്ച ചിക്കൻ കറി എന്ന് പോലും ഞാനിപ്പോൾ ഇവിടെ ചിരിച്ച് വീഴുമെന്ന് പറഞ്ഞായി നമ്മുടെ അപ്പു. ചിക്കനെ പൂജയ്ക്ക് ഇഷ്ടമേ അല്ലെന്ന് പറഞ്ഞു. പൂജയ്ക്ക് ഏറ്റവും ഇഷ്ടമേ മുളകരച്ച മീൻ കറിയാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ആണോ പൂജ? അതെ, മുളകിട്ട മീൻ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പൂജ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പങ്കജ് ചമ്മിപ്പോയി. അല്ല, ഇവിടെ മീനുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ട് സാർ, മീൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്നാ ചേച്ചി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പങ്കജ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ ശരി, മീൻകറി ഇല്ലെങ്കിൽ നമുക്കങ്ങ് പോയേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഞാൻ മീനുണ്ടെന്നുണ്ടെങ്കിൽ കറി വെച്ച് തരാമെന്ന് അപ്പു പറഞ്ഞപ്പോൾ അപ്പുവേട്ടൻ്റെ മീൻകറി അടിപൊളിയാണ്, ഞാൻ കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പൂജ. എന്തായാലും പങ്കജ്, ഞാൻ അടുക്കളയിലോട്ട് കയറാൻ പോകുമെന്ന് പറഞ്ഞ് അപ്പു നേരെ പൂജയും കൂട്ടി പോകുന്നു. ആ സമയത്ത് അപ്പു, നീ എൻ്റെ പങ്കജേ നീ ഇവിടെ അങ്ങ് ഇരിക്കുക, ഞങ്ങൾ പോയി കറിയൊക്കെ വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. എൻ്റെ കറി കൂട്ടി നിഞ്ഞട്ടാ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പവും പൂജയും കൂടെ അകത്തേക്ക് കയറിപ്പോയി. ഇവൻ്റെ പ്ലാനെല്ലാം പൊളിഞ്ഞ് പാളി സായുനും ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം വീണ്ടും അവിടെ നമ്മുടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഡോക്ടർ നല്ല മയക്കത്തിലാണ്. അടുത്ത് നിന്ന് സുമിത്ര വിളിച്ചുകൊണ്ടേ ഇരിക്കുക, വക്കീലെ കണ്ണ് തുറക്ക്, വക്കീലെ കണ്ണ് തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ
ഈ രഞ്ജിത ഇടിച്ചു കയറി അതിനകത്തേക്ക് വരാനായിട്ട് നോക്കുന്നു. കാരണം എന്താ, കാര്യങ്ങളൊന്നും നടക്കില്ലെന്ന്. അപ്പം രഞ്ജിതയെ ഭയന്നിട്ടാണോ? വക്കീല് കണ്ണ് തുറക്കു വക്കീലെ എന്നിങ്ങനെ സുമിത്ര ഇങ്ങനെ ദയനീയമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്. പാവം വക്കീലിന് പേടിയായിരുന്നു, ഒരു രക്ഷയില്ല. ആ സമയത്ത് പതുക്കെ നമ്മുടെ വക്കീല് കണ്ണ് തുറന്നു. വേഗം നേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. എന്താ സാറെന്ന് ചോദിച്ച്. അപ്പോൾ എൻ്റെ വൈഫിനെ ഒന്ന് വിളിക്കാമോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ടൈം ആയില്ലേ, ചേച്ചി പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞു. സുമിത്രയെ പുറത്തേക്കാക്കി. അതിനുശേഷം വൈഫിനെ വിളിക്കുന്ന കാര്യം പറഞ്ഞു. വൈഫ് ഓടി അകത്തേക്ക് കയറി ചെന്നു. ഈ സമയത്തും രഞ്ജിത്ത് ഇങ്ങനെ അവിടെ വലിയ ആളായിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പം എങ്ങനെയുണ്ട്, സ്വന്തം ഭാര്യയെ കാണണമെന്ന് പറയാതെ നിന്നെ കാണണമെന്ന് പറഞ്ഞ് അദ്ദേഹം അകത്തേക്ക് വിളിച്ചത് എന്തിനാ? ആദ്യം നിങ്ങളെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ സുമിത്ര ഇങ്ങനെ നിൽക്കുക. അതിനു മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ഭാര്യയ്ക്ക് മുൻപേ ഇടിച്ചു കയറി അദ്ദേഹത്തെ കാണാൻ നീ ഒരു ശ്രമം നടത്തിയിരുന്നല്ലോ എന്ന് രഞ്ജിതയോട് സുമിത്ര തിരിച്ചു ചോദിച്ചു. അതിനു മാത്രം എന്തു ബന്ധമാ നിങ്ങൾ തമ്മിലുള്ളത് എന്നും സുമിത്ര ചോദിച്ചു. പറഞ്ഞല്ലോ അദ്ദേഹം എൻ്റെ കുടുംബ വക്കീലാണ് എന്ന്. അദ്ദേഹം എൻ്റെ രോഹിത്തിൻ്റെ വക്കീലായിരുന്നു. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് സുമിത്ര രഞ്ജിതയോടും പറഞ്ഞു. നീ നന്നായി ഒന്ന് പേടിച്ചല്ലേ എന്ന് ചോദിച്ചു സുമിത്ര. എന്തിന് പേടിയോ? എനിക്കോ? അതുമാത്രം എൻ്റെ നിഘണ്ടുവിലില്ലല്ലോ എന്ന് രഞ്ജിത. എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം രഞ്ജിത. ജയിച്ചു എന്ന് തോന്നലേ നന്നായിട്ടുണ്ട് നിനക്ക്. അത് തൽക്കാലത്തേക്ക് മാത്രമാണ് രഞ്ജിത എന്ന് നമ്മുടെ സുമിത്ര പറഞ്ഞപ്പോൾ രഞ്ജിത ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുന്നിടത്തും സുമിത്ര ആ ഒരു പുഞ്ചിരി വിടാതെ ആ സ്ട്രോങ് ലേഡിയായിട്ട് നിൽക്കുന്നിടത്തും ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. എന്തായാലും പുതുപുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.